ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ ഉള്ള വിശേഷങ്ങളായിട്ടല്ല കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നൊരു പുതിയ വിശേഷമാണ്. ഇതാരായിരിക്കുന്നതെന്ന് നോക്കൂ. ഈ സഹോദരി, ഇതാണ് ചുമ സഹോദരി. ചുമ സഹോദരി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ട കുറേ സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അച്ഛൻ വാങ്ങിച്ചതേ? അച്ഛൻ അല്ലാതെ വേറെ ആരാ വാങ്ങിച്ചു തരുന്നത് നിനക്ക്? അപ്പോൾ ഞങ്ങൾ ആവി പിടിക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലത്തെ പാചകങ്ങളൊക്കെ കഴിഞ്ഞായിട്ടും പോയി. ഇവർ രണ്ടുപേരും കഴിച്ചു. ഇനി ഞാൻ ഇവക്ക് ചുമയ്ക്കുള്ള ആവി പിടിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റൂല. എന്നാലും ഫുള്ള് ചുമയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവക്ക് ഓൾറെഡി നെബുലൈസർ രാത്രിയിൽ ഇവക്ക് ഓൾറെഡി നെബുലൈസർ സാധനങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. പണ്ട് മുതലേ ഇത് തന്നെ സിറ്റുവേഷൻ. അതുകൊണ്ട് നെബുലൈസറൊക്കെ ഓൾറെഡി കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന് ആവി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ആവി പിടിക്കാം അല്ലേ? കുറേ നാളായിട്ടോ ഇപ്പം ആവിയൊക്കെ പിടിച്ചിട്ട്. കുറേ നാളായെന്ന് പറഞ്ഞാൽ കുറേ മാസങ്ങളായി. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു നല്ല പോലെ ഒന്ന് ആവി പിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവി പിടിക്കുന്നതിലൂടെ കിടക്കാം. അതാണ് കേട്ടോ ആവി പിടിക്കാനുള്ള സെറ്റപ്പ്. അതിനകത്ത് NS ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. NS നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിടിക്കുന്നത്. ഇനി ആ പിടിക്കാനുള്ള മരുന്നോട് ഒഴിച്ചു കൊടുക്കാം. സ്ഥിരമുള്ളതാണ് കേട്ടോ. കുറേ ഇവയ്ക്ക് ഇങ്ങനെ വിമ്മിഷ്ടത്തിൻ്റെ ചെറിയൊരു അസ്കിതയുണ്ട്. അതുകൊണ്ട് ചെറിയ പിള്ളേർക്ക് മിക്കവാറുള്ളവർക്കുള്ള കുഴപ്പമാണ്. നമുക്ക് മാത്രമല്ല കേട്ടോ, ചെറിയ പിള്ളേർക്കൊക്കെ മിക്കവാറുള്ള കുട്ടികൾക്കെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ തണുപ്പായില്ലേ, അതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നമായിട്ട് വന്നത്. പോന്നോടാ കഴിഞ്ഞോ? അപ്പൊ നമുക്ക് ആവി പിടിക്കാൻ വേണ്ടി കൊടുക്കാം. മാസ്ക് വെക്കത്തില്ലേ നീ? മാസ്ക് വെക്കുവാണെങ്കിൽ നല്ലപോലെ ആവി ചെല്ലും. മാസ്ക് വെച്ചിട്ട് നോക്കട്ടെ. മൊത്തം ആദ്യം കൊല്ലണം. ചുമരിങ്ങനെ തമ്പാണ്. ഈ മാസ്ക് ഇപ്പോഴാണ് കേട്ടോ വെക്കുക. കുഞ്ഞിനൊന്നും ഇങ്ങനെ മാസ്ക് വെക്കൂല. ഈ സാധനം മാത്രമേ പിടിക്കത്തുള്ളൂ. ഇത്ര നാൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ സാധനം മാത്രമേ പിടിക്കും, മാസ്ക് ഇങ്ങനെ വെക്കില്ല. കാശ് നോക്കുന്നവർക്ക് കാശ് എന്താ അത്ഭുതം കാണാം. കാശ് ആദ്യമായിട്ടാണ് ചേച്ചി ഇങ്ങനെ ആൾ പിടിക്കുന്നത് കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാശ് ജനിച്ച പിന്നെ അങ്ങനെ അവർ അറിവായ പിന്നെ അങ്ങനെ ആൾ പിടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ കാലാവസ്ഥ എന്റെ പനിയാണ് കേട്ടോ. എന്റെ പനിയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. പിന്നെ ജലദോഷം വന്നാൽ മതി സാറിന്. ജലദോഷം വന്നാൽ ഇങ്ങനെ പനിയാവും. പനിയല്ല ചുമ. പനിയൊക്കെ പെട്ടെന്ന് മാറും, പക്ഷെ ഇങ്ങനെ ചുമയുണ്ടല്ലോ, ചുമ മാറുന്നേയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടി. ഇവർക്ക് ഒരു ചെറിയ ജലദോഷം മൂക്കൊലിപ്പ് വന്നാലേ പേടിയാണ് ഞങ്ങൾക്ക്. ഈ ചുമ മാറാൻ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉറക്കം കളയും, കരഞ്ഞോണ്ടിരിക്കും. ചുമച്ചോണ്ട് മാത്രമല്ല കരഞ്ഞോണ്ടും കൂടി ഇരിക്കും. ഇപ്പോഴാണെങ്കിൽ അത് ഇത്ര വലുതായിട്ട് പോലും അങ്ങനെ തന്നെയാണ്. ചുമച്ചോണ്ടിരിക്കാൻ മാത്രമല്ല കൂടെ കരച്ചിടുക. കരയും തോറും വീണ്ടും വീണ്ടും ചുമ കൂടി കൂടി വരും. ആ കളത്തിട്ട് സുഖമുണ്ടോ? ഫുള്ള് ചുമയായിരുന്നു കേട്ടോ രാത്രിയില്. ഇത് പിടിച്ചു കഴിയുമ്പോൾ കുറയും. ഇന്ന് രാവിലെ പിടിക്കണം, ഇന്ന് വൈകുന്നേരം ഒന്ന് പിടിക്കണം. വേറെ മരുന്നൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മറ്റേ അസ്താലിനൊക്കെ ഒഴിച്ചിട്ടായിരുന്നു നേരത്തെ പിടിക്കുകയും. പിന്നെ അസ്താലിനൊന്നും ഒഴിക്കുന്നു ചേർത്തിട്ടൊന്നുമില്ല. നെഞ്ച് ഇങ്ങനെ താഴോട്ടാവത്തില്ലേ, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഹോസ്പിറ്റലിലൊക്കെ 2-3 തവണയൊക്കെ ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളൊരു ഹോസ്പിറ്റൽ ജീവിയാണ്. ഞങ്ങൾ 45-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ആളാണ് കേട്ടോ. ഇങ്ങനെ തന്നെ വിമ്മിഷ് ചുമയായിട്ട് ചുമ മാറാതെ നിന്നിട്ട് ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ പിന്നെ കുറേ പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഭയങ്കര പേടിയാണ്.
ഒന്നാമതോടെ ഈ ചുമ കേൾക്കണം. ചുമ മാത്രമല്ല കരച്ചിലും കേട്ടോണ്ടിരിക്കണ്ടേ, അത് തന്നെ വലിയൊരു പാടാണ്. ഇങ്ങനെ ചുമയൊക്കെ ഉള്ള കുട്ടികളാണ് പേരൻസിന് മനസ്സിലാവും. പെട്ടെന്ന് പനി പിടിക്കുമ്പോൾ ചുമയായിട്ട് മാറുന്നു. ചുമയല്ലേ ഇൻഫെക്ഷൻ പോലെ. ഞങ്ങൾ ആവി പിടിക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ ആവി പിടുത്തം പൂർവാധികം ഭംഗിയോടെ തീർന്നിരിക്കുന്നു ഗൈസ്. ഇത് ഈ ഒരു ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയോ പ്രാവശ്യമാണെന്നറിയോ ഹോസ്പിറ്റലിൽ പോയി ഇരുന്നിട്ടുള്ളത് ഇവിടെയും കൊണ്ട്. അതും എന്താ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ 3 നേരമായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കും. അവന് നേരത്തെ പിടിക്കണ്ട, ചുമ പിടിക്കവന്. അവനൊക്കെ പാടില്ല. നിനക്ക് കൊടുത്തത് അവന് പിടിക്കാൻ പാടില്ല. എന്നിട്ട് സഹി കെട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ നെബുലൈസർ വാങ്ങിക്കുന്നത്. ഓരോന്നിനും ഓരോ കഥയാണുള്ളത്, ഓരോ കഥ. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ നെബുലൈസർ വാങ്ങിക്കാൻ പറ്റില്ല, അവർക്ക് ഓക്സിജന്റെ സഹായത്തോടെ വേണമായിരുന്നു ആവി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടേ പറ്റത്തുള്ളായിരുന്നു, അത് വേറൊരു സത്യം. പിന്നെ ഇച്ചിരി കുഞ്ഞിലെ തീരെ പൊടിയിലെ ഓക്സിജൻ സഹായം വേണം, എന്നിട്ട് ആവി പിടിക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴല്ലേ, പിന്നെ ഒരു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത് കേട്ടോ. അങ്ങനെ ആവിയെടുത്തൊക്കെ കഴിഞ്ഞിട്ടോ. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അവരെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ അപ്പോ കടലക്കറിയാണ് കേട്ടോ. പക്ഷെ ഞാൻ കരുതി പഴങ്കഞ്ഞി കുടിക്കാൻ. ഇന്ന് മോര് കറിയും തീയലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞി കുടിക്കാമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ധാരണ. അപ്പം നമുക്ക് പഴങ്കഞ്ഞി കുടിച്ചാലോ? നമുക്ക് മോര് കറിയും തീയലും ചമ്മന്തിയും തുറമാങ്ങയാണ് കേട്ടോ. തുറമാങ്ങയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. അത് കാശി ചെറുതായിട്ടൊന്ന് വീണതാണ് കേട്ടോ. അതാണ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരും കഴിച്ചിട്ടിരിക്കല്ലേ ഗൈസ്? ഞാൻ കഴിക്കട്ടെ, എനിക്ക് വിശന്ന് കൊണ്ടിൽ കരിഞ്ഞു. ഓക്കെ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഇതാ കാശി ഇവിടെ നിൽപ്പുണ്ട്. കുഞ്ഞ് കിടന്ന് ഉറങ്ങി കേട്ടോ. ചുമയായിരുന്നു, ഫുള്ള് ചുമയായിരുന്നു. നിങ്ങൾ കണ്ടില്ല നേരത്തെ ആവിയൊക്കെ പിടിക്കുന്നത്. അപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞില്ല, നമ്മുടെ വീഡിയോസിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവേ പറയുന്ന കാര്യങ്ങളും പൊതുവേ അറിയുന്ന കാര്യങ്ങളൊക്കെ പറയാറുള്ളത് കൊണ്ടും പിന്നെ ഇത് എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാനിത് നമ്മുടെ വീഡിയോക്കകത്തൂടെ പറയുന്നത്. നമ്മുടെ റിയാക്ഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, റിയാക്ഷൻ ചെയ്യുന്നവർക്കെതിരെ. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ച് പറഞ്ഞത്, എന്തും സോഷ്യൽ മീഡിയ വൈറലാക്കാം, എന്ത് വൃത്തിയായിട്ട് ഇട്ടാലും വൈറലാവും എന്ന് വിചാരിച്ചിട്ട് ഇടുന്ന കുറേ ആളുകളുണ്ട്. അത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളുണ്ട്, ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുണ്ട്. വേണ്ടവർക്ക് വേണ്ടിയിട്ട് വൈറലാകപ്പെട്ട് ഇരയാക്കപ്പെട്ട ഒരാളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ദീപക് വന്നെന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടൻ്റെ വാർത്ത എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ എണീക്കുന്ന നമ്മൾ വെറുതെ ന്യൂസൊക്കെ വെച്ച് നോക്കുമ്പം ആദ്യമേ കേൾക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിലാണ് കേട്ടോ. അമ്മയുടെ കരച്ചിലാണ് കേട്ടോ. മോൻ പോയ ആ മോൻ്റെ മുഖം എന്താ അങ്ങനെ ഇരിക്കുന്നേ, നിന്റെ മുഖത്ത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അറിയുന്നതായിട്ട് നമുക്ക് അറിയുന്ന ആരോ മരിച്ചു പോയൊരു ഫീലായിരുന്നു. എന്ന് വെച്ചാൽ അത്ര സങ്കടം വന്ന അമ്മ കരയുന്നു കേട്ടപ്പോൾ. ഒരു കേസ് ഇപ്പൊ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല കാര്യം കേട്ടോ. അയാള് സമൂഹത്തിൽ ജീവിച്ചത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനല്ലേ ഈ കോടതി നിയമങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി, അയാൾക്കെതിരെ ഇനിയും അയാൾക്ക് അനുകൂലിച്ച് വല്ല നിയമ നടപടികളും വരുമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റൂല. കാരണം സ്ത്രീകൾക്കാണ് നിയമത്തിൽ മുൻതൂക്കവും കാര്യങ്ങളെല്ലാം. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് തന്നെ പറയാം, സ്ത്രീകൾക്കാണ് നിയമത്തെ മുൻതൂക്കങ്ങളെല്ലാം വരിക. അപ്പം പിന്നെ അദ്ദേഹം മരിച്ചതിന് അതിലെ എന്തെങ്കിലും കേസ് എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് 100 കൂട്ടം കാര്യങ്ങൾ പറയാറുണ്ട്. എങ്കിലും അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നോ എത്രത്തോളം നടക്കുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ നമുക്കിനി നടന്ന് കാണേണ്ടിയിരിക്കുന്നു. എങ്കിലും നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ചെയ്തു ആ പെണ്ണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെയിട്ട് എന്താണ് പെട്ടെന്നൊരു റിയാക്ഷൻ വരാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ എല്ലാവരും പറയും, ഇപ്പം നമ്മളാണെങ്കിലും മക്കളെ പറഞ്ഞു വിടുമ്പം നമ്മളാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മിസ്ബിഹേവ് ചെയ്താൽ ഉടനെ ക്യാമറ എടുത്ത് പൊക്കി പിടിച്ച് കാണിക്കണം എന്നല്ല പറയാറ്. ഓൺ റിയാക്ഷൻ ഓൺ ടൈമിൽ വരണം എന്നാണ് പറയാറ്. അത്രയും നേരം ആ ചേച്ചി ശാന്തതയോടെ അവിടെ നിന്ന് അതൊക്കെ കൊണ്ടിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ചെയ്താധികാരമൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. നമുക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സഡൻ റിയാക്ഷൻ നമ്മുടെ അടുത്തുനിന്ന് വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മാറുക എന്നാണ്. നമ്മൾക്ക് എന്നെ പോലുള്ള സാധാരണപ്പെട്ടവർക്ക് അങ്ങനെയായിരിക്കും ചിന്തിക്കുക. ഇവര് വലിയ മനസ്സുള്ളവരായോണ്ടാവും കുറച്ചു നേരം ഇവിടെ കൊണ്ട് ആസ്വദിച്ചിട്ടൊക്കെ
വീഡിയോ ഒക്കെ എടുത്തിട്ട് ആവശ്യമുള്ളതൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ വേണമല്ലോ. അതൊക്കെ ശേഖരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചി നല്ലപോലെ ആസ്വദിച്ചിട്ടൊക്കെ പോയതെന്ന് തോന്നുന്നു. എല്ലാവരോടും ഞാനടക്കമുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നമ്മുടെ കുട്ടികളോടടക്കം പറയാ, നമ്മൾ പറഞ്ഞിടേ അങ്ങനെയാണ്. സഡൻ റിയാക്ഷൻ വേണം. അങ്ങനെ എന്തെങ്കിലും ബാഡായിട്ട് എന്തെങ്കിലും ബാഡ് ടച്ച് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ആസ്വദിക്കരുത്, പെട്ടെന്ന് റിയാക്ട് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ, ഒരു ആക്കൊണ്ടൊന്നും അയാളോടൊന്നും പറയാതെ ഇങ്ങനെ കാണിച്ചോട്ട് ഒരു മനുഷ്യനെ അപമാനിച്ച് നാണം കെടുത്തി മാനഹാനി വരുത്തി അയാളെ കൊല്ലുന്ന തരത്തിലാക്കിയില്ലേ? ചിലപ്പം റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അയാൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ബസ്സിൽ ആൾക്കാർ മാത്രമേ അറിയത്തുള്ളായിരുന്നു. അതവിടെ വെച്ചിട്ടങ്ങ് തീർന്നേനെ. ഇത് നാട് മൊത്തം പരക്കി. ശരിയാണോ തെറ്റാണോ അത് രണ്ടാമത്തെ കാര്യം, ശരിയാണോ തെറ്റാന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ സ്പോട്ടിൽ അവരത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യുവതിയായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യേണ്ടതല്ലായിരുന്നോ? അതല്ലായിരുന്നോ മാന്യത? അതല്ലായിരുന്നോ മാതൃക കാണിക്കേണ്ടത്? ഞാൻ സാധാരണ വീട്ടമ്മയാണ്, എനിക്കങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. നമ്മളും ഇതുപോലെ കോളേജിലൊക്കെ പഠിക്കാനായാലും ജോലിക്കാണെങ്കിലും ബസ്സിനൊക്കെ ആയിരുന്നു യാത്ര ചെയ്യുന്നത്. അല്ലാതെ എപ്പോഴും കാരണം 2 വീലറിലൊന്നും യാത്ര ചെയ്യുന്നവരൊന്നും അല്ലല്ലോ. എല്ലാവരും ബസ്സിലൊക്കെ ആയിരുന്നു. നമുക്കങ്ങനെ അത്രയും തിരക്കുള്ള, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ എല്ലാ റോഡുകളും നല്ല സ്മൂത്തായിട്ട് ബസ് ഓടിക്കുന്ന റോഡുകളൊന്നും അല്ലല്ലോ, ഓടുന്ന റോഡുകളൊന്നും അല്ലല്ലോ. കുണ്ടും കുഴിയും കട്ടറും ഒക്കെ ഉള്ള റോഡിൽ കൂടെ തന്നെ എല്ലാവരും ഓടുന്നത്. നമുക്ക് ലഭിച്ചാലും അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറണം. പ്രൈവറ്റ് ബസ്സിലാകുമ്പോൾ ആണുങ്ങൾ മുമ്പിലോട്ട് കയറിയിരിക്കത്തില്ലല്ലോ. ആണുങ്ങൾക്ക് പ്രത്യേക സൈഡ്, പെണ്ണുങ്ങൾക്ക് പ്രത്യേക സൈഡ് ഉണ്ട്. KSRTC കയറിയിട്ട് KSRTCയിൽ അങ്ങനെ നിയമങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോ നിയമങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവര് കുറെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുത്തൂന്നേ. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കുക വേണം? പിന്നെ അത് തൊട്ടു പിടിച്ചു ഇടിച്ചു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ റിയലായിട്ട് നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ വിശ്വസിച്ച് ആരെങ്കിലും കൊണ്ടുപോയി കേസോ അല്ലെങ്കിൽ പരാതിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കും? എങ്ങനെ? ഇതിപ്പോ റിയലാണ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെ വിശ്വസിച്ച് ഒരാളുടെ കേസ് എടുക്കും? ഇപ്പൊ നേരിട്ട് ഡയറക്റ്റായിട്ട് കേസായിട്ട് തന്നെ പോകുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചോ, ലേഡിയാണെന്ന് വെച്ചോ, എങ്ങനെ പോലീസുകാർ തന്നെ കേസെടുക്കും? ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് വല്ലാത്തൊരു ചോദ്യം തന്നെ ആയിരിക്കും ഇല്ലേ അത്? നമ്മുടെ വീട്ടിലുണ്ട് അച്ഛനും അനിയനും ചേട്ടനും ആങ്ങളമാരും എല്ലാവരും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മൾ സ്ത്രീപക്ഷം മാത്രം ഇങ്ങനെ ജയ് സ്ത്രീപക്ഷം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലെ അച്ഛനും ആങ്ങളമാരും എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ അച്ഛനും ആങ്ങളമാർക്കും എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? ഒരിക്കലും സഹിക്കൂല കേട്ടോ. അങ്ങനെ ഞാൻ പറയുന്നവരെ തെറ്റ് പറഞ്ഞല്ല, നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇതിപ്പോ റീൽസ് എടുത്ത് കാണിക്കുന്നതിനേക്കാൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബാഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരവരെ റിയാക്ട് ചെയ്യണമായിരുന്നു. ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യണം. അത് ആ സഡൻ റിയാക്ഷനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വരേണ്ടതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ഒരാളെ മാനഹാനിപ്പെടുത്തി അയാളുടെ കുടുംബവും ജീവിതവും നശിപ്പിക്കുക എന്നത് വലിയ എന്നെ കൂടെ സാധിച്ചു എന്ന് പറയുന്നത് സാധിപ്പൊന്നും അല്ല കേട്ടോ. കർമ്മ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയുന്നു. കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ കർമ്മ നമുക്ക് എന്തായാലും അനുഭവിക്കേണ്ടി വരും. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒരാളെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ അവരെ ഇതിപ്പം വേദനിപ്പിക്കുക മാത്രമല്ല ഇങ്ങനെ ഒരു മരണത്തിനോട്ട് നയിച്ചു. അതിപ്പം അവരെത്രത്തോളം അറിഞ്ഞിട്ടാണെന്നും അറിയാതാണെന്നും ഒന്നുമില്ല അതിനകത്ത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഓൾറെഡി വരേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു റിയാക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് ഞാൻ ആ വീഡിയോസിനൊന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ അതിന്റെ കാരണം എല്ലാരും പറയുന്ന പോലെ വിശ്വസിക്കേണ്ടി വരും. റീച്ചിന് വേണ്ടിയിട്ടാ അവരിങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ടാ അവരിങ്ങനെ വീഡിയോ ഇട്ടതെന്ന് എല്ലാവരും വിശ്വസിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവം വൈറലായി കഴിഞ്ഞാൽ ഈ റിയാക്ട് ചെയ്യുന്ന 1000 പേരുണ്ടല്ലോ, അവര് വേറെ വല്ലവരും കുടുംബ പ്രശ്നത്തിന് പുറകെ പോവാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നേ. എത്രത്തോളം നേരുണ്ടെന്നും നെറിയുണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നേ. എന്തിനാണ് ഇങ്ങനെ വല്ലവരെയും കുടുംബ പ്രശ്നത്തിന് പുറകെ പോയിട്ട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമല്ലോ? അതെന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വൈറലാവുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം മരിച്ചേനോ? ഇല്ല, ഒരിക്കലും മരിച്ചില്ല. അയാളെ മനസ്സിലാക്കുന്ന കുറേ പേരുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും മരിക്കൂലായിരുന്നു. അയാൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ നാളെ പറ്റൂല എന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ് അയാൾ മരിച്ചത്.
അപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പം പറയുന്നുണ്ടല്ലോ, കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയായിരുന്നു അയാൾ എന്താ അങ്ങനെ അല്ല, ആ പെണ്ണ് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്നൊക്കെ ഞങ്ങൾക്കറിയാവുന്ന ആ വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ എന്തിനാണ് ഇരിക്കുന്നത്? ആ സെക്കൻഡിൽ ഞങ്ങൾക്ക് റിയാക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കുറേ ഫാമിലി ബ്ലോഗേഴ്സിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ പാതിരാത്രി വെളുപ്പാങ്കാലത്തൊക്കെ ഇരുന്ന് റിയാക്ഷൻ വീഡിയോകാർ എടുത്ത് റിയാക്ഷൻ ചെയ്യാറുണ്ട്. അവർക്കൊന്നും എത്തിയില്ലേ ഈ വീഡിയോ? വൈറലായി ഈ വീഡിയോ എത്തിയില്ലായിരുന്നു. എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്? ഇത് മരണം സംഭവിച്ച് ഇത്രയും കഴിഞ്ഞപ്പോഴാണ് അവന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളി കൂട്ടുന്നത്. എന്തൊക്കെ മനുഷ്യനാണല്ലേ, എന്ത് ചെയ്യാനാ? എനിക്കും പേടിയാണ്. എനിക്കും ഉണ്ട് ഒരു മോനും ഒരു മോളും, രണ്ടുപേരും ഒരേപോലെ വളരേണ്ടതാണ് ഈ സമൂഹത്തിൽ. അല്ലാതെ പെൺപിള്ളേർ മാത്രം നല്ല പോലെയും ആൺകുട്ടികൾ മാത്രം ബാഡായിട്ടും വളരേണ്ട സമൂഹമൊന്നുമല്ല. രണ്ടുപേരും ഒരേപോലെ ഈക്വാലിറ്റിയോടുകൂടെ വളരേണ്ട സമൂഹമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് മരിച്ച ആളുടെ സൈഡ് പറയാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ വൈറലാക്കിയില്ലേ ആ ഒരു സ്ത്രീ, അവരുടെ സൈഡ് പിടിക്കാൻ വേണ്ടിയിട്ടോ അല്ല, അവരെ കുറ്റം പറയാനോ വേണ്ടിയിട്ടല്ല കേട്ടോ. ആ അച്ഛനും അമ്മയുടെ സങ്കടം കണ്ടിട്ട് മാത്രമാണ്. നമ്മുടെ വീട്ടിലുണ്ട് അച്ഛനും അമ്മയും, നമ്മളും അച്ഛനും അമ്മമാരൊക്കെയാണ്. അപ്പം ആ ഒരു സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എത്രത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ എത്രത്തോളം മാറ്റം വരുത്താൻ പറ്റുമെന്നൊക്കെ ഇനിയും ഭാവിയിൽ നമ്മൾ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, കേസ് പോകുന്നുണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ വാർത്തയൊക്കെ കേൾക്കുന്നതിനകത്തോടെ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പോകുമ്പോൾ അറിയാം എത്രത്തോളം രീതിയിൽ പോകും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും നമുക്ക് ടോട്ടലി അറിയില്ല. എനിക്ക് വാർത്ത വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വൈറലായ വീഡിയോ ഉണ്ടെന്ന് പോലെ ഞാൻ അറിയുന്നത് ശരിക്കും കേട്ടോ. ഞാൻ ആ വൈറൽ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ അത്രയും വൈറൽ കണ്ടന്റ് ഒന്നും കാണാനുള്ള ശേഷിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത്രയത്തേ ഉള്ളൂ കേട്ടോ. വീട്ടിലെ വിശേഷങ്ങൾ കാണിച്ചു തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണെങ്കിലും ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? അവരുടെ സങ്കടം കണ്ടപ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് എന്താ ചെയ്യേണ്ടതെന്നും അറിയാത്തൊരിതായിപ്പോയി. എന്തായാലും നമുക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാം ശുഭമായിട്ട് നല്ലപോലെ കിടക്കട്ടെ. കർമ്മ എന്നായാലും തിരിച്ച് കിട്ടിയിരിക്കും. അതിപ്പം ആരുടെ കേസിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതൊരു ചെറിയ കേസിലാണെങ്കിലും വലിയ കേസിലാണെങ്കിലും കർമ്മ എന്ന് പറയുന്ന സാധനം നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിച്ചേ തീരത്തുള്ളൂ. അതിപ്പോൾ ഞാൻ രണ്ടുപേരെ സൈഡിൽ മരിച്ച ആ ചേട്ടൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ചേച്ചിയുടെ സൈഡിൽ നിന്നോ അല്ല പറയുന്നത്. കർമ്മ എന്ന് പറയുന്ന റിയലാണെങ്കിൽ അത് എന്താണെങ്കിലും അത് അനുഭവിച്ചിട്ടേ തീരത്തുള്ളൂ. അപ്പം പിന്നെ എല്ലാം അതിൻ്റെ പോലെ പോകട്ടെ, എല്ലാം നല്ല പോലെ പോട്ടെ, എല്ലാവരും നല്ലപോലെ ചിന്തിക്കട്ടെ, സമാധാനത്തോടെ പോട്ടെ. അതൊക്കെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാവരും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ശാന്തിയോടെയൊക്കെ പോകട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.